വളയം സ്വദേശിയായ 23-കാരൻ അശ്വിൻ കുറച്ച് ദിവസങ്ങളായി കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ അബോധാവസ്ഥയിൽ വെന്റിലേറ്ററിൽ കഴിയുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ചികിത്സ വൈകിയത് മൂലമാണ് ഇത്തരത്തിലൊരു അബോധാവസ്ഥ എന്നുള്ളതാണ് പരാതി. എപ്പോഴാണ്, എങ്ങനെയാണ് ഇത് സംഭവം? ഇവന് 10-ാം തീയതി ആയിരുന്നു അവിടെ വെച്ചിട്ട് മിലിറ്ററി റിക്രൂട്ട്മെൻറ്റ്. അപ്പോൾ അതിൽ ഓടുന്ന സമയത്ത് അതായത് 100-150 പേര് ഒരുമിച്ചുള്ള കൂട്ടയോട്ടമായിരുന്നു. ആ കൂട്ടയോട്ടത്തിൽ തമ്മാമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തട്ടി വീണിട്ടാണ് പരിക്ക് പറ്റിയത്. പിന്നെ കോയമ്പത്തൂർ വെച്ചിട്ട്. അപ്പം കാലിൻ്റെ തുടയിലാണ് പരിക്ക് പറ്റിയത്. പരിക്ക് പറ്റിയത് ശേഷം തന്നെ ഇവൻ്റെ കൂടെ ഇവൻ്റെ സുഹൃത്തുക്കളായ രണ്ട് ആൾ കോഴിക്കോട്ടിൽ 2 ആളുണ്ടായിരുന്നു. അപ്പോൾ അവർ ഓടിയ സമയത്ത് കഴിഞ്ഞ ശേഷം ഇവനെ കാണാത്തതുകൊണ്ട് അന്വേഷിച്ചപ്പോഴാണ് ഇവൻ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ഇങ്ങനെ വീണ് പരിക്ക് പറ്റിയതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി എന്ന് പറയുന്നത്. അപ്പോൾ അവരവിടെ എത്തുകയും ഇവനെയും കൊണ്ട് അവിടെ നിന്ന് ഇവർ കോയമ്പത്തൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ആംബുലൻസിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അയക്കാനുണ്ടായത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞതിന് ശേഷം ഞാനും ഇവൻ്റെ അച്ഛനും, ഞാൻ മാമനാണ്, അച്ഛനും കൂടി നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കാണ് ഇവരവിടെ എത്തിയിട്ടുണ്ട്. എത്തിയ സമയത്ത് തന്നെ അവിടെ കാഷ്വാലിറ്റിയിൽ ഒരു 3 മണിയോടുകൂടി കാഷ്വാലിറ്റി എത്തി. അപ്പോൾ കാണിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ രോഗത്തിൻ്റെ ഗുരുതരാവസ്ഥയെപ്പറ്റി ഇവർ പറഞ്ഞിരുന്നു. അത് കാലിൻ്റെ തുടയിൽ പൊട്ടിയതാണ്. തുടയിൽ പൊട്ടിക്കഴിഞ്ഞാൽ ഇത് സർജറി വൈകും തോറും ഈ ഫാറ്റ് ബ്രെയിനിലേക്കും ഹാർട്ടിലേക്കും എത്താനൊക്കെ വഴിയുണ്ട്. അപ്പോൾ അതുപോലെ അതിന് പിന്നീടുണ്ടാവുന്ന സംഭവങ്ങളെപ്പറ്റി ഇവർ പറഞ്ഞിട്ടാണ് നമ്മൾ അറിയുന്നത്. അങ്ങനെ ഓപ്പറേഷന് വേണ്ട എല്ലാ ഇതും പിന്നെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ എഴുതി തന്നു. എക്സ്റേ എടുത്തു, ECG എടുത്തു, സ്കാൻ ചെയ്തു, പിന്നെ എല്ലാ ഇതും എടുത്തു. അതിനുശേഷം അന്ന് രാത്രിയോടുകൂടി പറഞ്ഞു, ഇത് ഇപ്പം ഇവിടെ ചിലപ്പോഴാണ് ചെയ്യും, നിങ്ങളെ ഇതിനെക്കാട്ടും കോംപ്ലിക്കേറ്റഡായ കേസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതാണ് അറ്റൻഡ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതും കാര്യമായൊരു കേസല്ലേ സാറേ എന്ന് പറഞ്ഞിട്ടാണല്ലോ നമ്മളിത് അറിയുന്നതെന്ന് പറഞ്ഞപ്പോൾ അതും ഇതാണ് കോംപ്ലിക്കേറ്റഡാണ്, പക്ഷേ ഇതിനെക്കാട്ടും ഇത് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാം. നമ്മൾ ആയിക്കോട്ടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ രാത്രിയോട് കഴിഞ്ഞ് പുലർച്ച അവിടെ ഇങ്ങനെ വേദന സഹിച്ച് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. വാർഡിലേക്കോട് മാറ്റിയില്ല. കാഷ്വാലിറ്റി തന്നെ ഒരു ദിവസം, അതായത് 10-ാം തീയതി രാത്രി മുതൽ 11-ാം തീയതി രാവിലെ വരെ കാഷ്വാലിറ്റി കോംപ്ലക്സ് തന്നെയാണ് ഉണ്ടായത് ഞങ്ങളൊക്കെ. അതിനൊക്കെ ആ സമയത്തൊക്കെ ഭയങ്കര വേദനയായിരുന്നു. അപ്പം രാവിലെ ചെയ്യാമെന്ന് പറഞ്ഞു. അതിനുള്ള രാവിലെ ചെയ്യാനുള്ള എല്ലാ ഒരുക്കങ്ങളും കൂടി ഞങ്ങൾ സർജറി വാർഡിലേക്ക് പോയി. ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഇപ്പുറത്തുണ്ടായിരുന്ന ഒബ്സർവേഷൻ റൂമിലേക്ക് അവിടെ അഡ്മിറ്റ് ചെയ്ത് അവിടെ 2 പേരുണ്ടായിരുന്നു. 2ാമത്തെ സർജറി ഇവൻ്റെയാന്നൊക്കെ പറഞ്ഞു. എല്ലാം ഇത് ആദ്യമേ പറഞ്ഞു. പിന്നെ അതിനുശേഷം ആ ഫസ്റ്റ് സർജറി ചെറിയ കുട്ടിയുടെ ആയിരുന്നു. ആ കുട്ടിയുടെ സർജറി കഴിഞ്ഞ് ഇവനെ കയറ്റുമെന്നൊരു പ്രതീക്ഷയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവനെ കയറ്റാതെ കണ്ട് തൊട്ടപ്പുറത്തുള്ള ഒരു ആൾ വന്നിരുന്നു. കൈക്ക് പൊട്ടി, അത് കൈക്ക് ജസ്റ്റ് ഇതിൻ്റെ എല്ല് പൊട്ടിയിട്ടുള്ള ശസ്ത്രക്രിയയായിരുന്നു. അപ്പോൾ അതിനെക്കാട്ടും ഇത് കുറച്ച് സമയം എടുക്കുമെന്നൊക്കെ ഇവർ പറഞ്ഞിരുന്നു. പക്ഷേ ഇവർക്ക് 12 മണി വരെയാണ് ഡ്യൂട്ടിയുള്ളൂ. 12 മണിക്ക് ശേഷം ഡ്യൂട്ടിയില്ല. പിന്നെ വെള്ളിയാഴ്ച ചെയ്യും. ഞങ്ങൾ അവരെയാണ് ചെയ്യാൻ പോകുന്നത്. അവർ ചെയ്യാൻ വില്ലിങ് അല്ലായിരുന്നു. അവർ പറഞ്ഞു ഞങ്ങൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന്. പിന്നെ അവർ ഫോൺ ചെയ്ത്, ബന്ധുക്കളൊക്കെ വിളിച്ച് ഫോൺ ചെയ്ത് ഇവർ പറയുന്നത് വരെ ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു, നമ്മളെ ചെയ്യാതെ. ഈ കുട്ടി, എൻ്റെ മോനെ അത്രയും വേദന കൊണ്ട് പൊളയായിരുന്നു ആ സമയത്ത് അവിടുന്ന്. ഈ ഞായറാഴ്ച 3 മണിയോടുകൂടെ എത്തിയിട്ട് നിങ്ങൾ തിങ്കളാഴ്ച 3 മണിയോടുകൂടെയാണ് സർജറി വൈകിയതിനെ തുടർന്ന് അവിടെ നിന്ന് പോരുന്നത്. അതെ. അതായത് അവർ സർജറി ചെയ്യാൻ പറ്റില്ല, വെള്ളിയാഴ്ചയാണ് സർജറി ചെയ്യാൻ പറ്റും. വെള്ളിയാഴ്ച ചെയ്യാൻ പറ്റും ഉറപ്പില്ല. കാരണം അന്നും ഇതുപോലത്തെ മേജർ കേസ് വന്നാൽ ഞങ്ങൾ അതേ അറ്റൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ ചോദിച്ചു, ഇത് കോംപ്ലിക്കേറ്റഡ് കേസല്ലേ സാറെന്ന് പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ അറിയുന്നത്, ഇതിനെക്കാട്ടും കൂടുതൽ വന്ന് വെള്ളിയാഴ്ച ഉറപ്പില്ലെന്ന് പറഞ്ഞ ശേഷം അശ്വിൻ എപ്പോഴാണ് അബോധാവസ്ഥയിലേക്ക് പോകുന്നത്? അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്, അതായത് തിങ്കളാഴ്ച ഞങ്ങൾ 3 മണിക്ക് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്താണ്. അതിന് മുമ്പ് ഒരു ട്രിപ്പ് കൊടുത്തിരുന്നു. വേദന സമാരി എന്തോന്ന് എനിക്കറിയില്ല. ആ കൊടുത്തതിന് ശേഷം ഇവൻ ആംബുലൻസ് കൊണ്ടേക്ക് പിന്നെ ഇങ്ങോട്ട് കാട്ടി ഇങ്ങോട്ടേക്ക്. അത് പിന്നെ ക്രമേണ ഇവൻ്റെ ബോധം പോയായിരുന്നു. ഈ സ്വകാര്യ ആശുപത്രിയിൽ എത്തുമ്പോൾ ബോധം ഉണ്ടായിരുന്നില്ല. സ്വകാര്യ വിളിച്ചാൽ അറിയുന്നുണ്ടായിരുന്നു, വേഗം പോയിരുന്നു. പക്ഷേ ഇവിടെ എത്തിയതിന് ശേഷം നമ്മൾ പറയാ അത്രയും നല്ല ട്രീറ്റ്മെൻറ്റാണ് അവർ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവർ അത്രയും നല്ല ഈ എല്ല് പൊട്ടിയതിനെ തുടർന്ന് അബോധാവസ്ഥയിലായത് ഈ സർജറി വൈകിയത് കൊണ്ടാണെന്നാണ് സ്വകാര്യ ആശുപത്രി ഡോക്ടർമാർ പറയുന്നത്. സർജറി വൈകിക്കൊണ്ട് തന്നെയാണ് ഇവിടെ അന്ന് രാത്രിയാണ് എത്തുന്നത്. പിറ്റേന്ന് രാവിലെ ഒരു ഉച്ചേനെ മുമ്പ് തന്നെ സർജറി കൊണ്ടുപോയി. അങ്ങനെ സർജറി എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ചെയ്തിട്ടുണ്ട്. ബാക്കി പിന്നെ സർജറി വൈകിക്കൊണ്ട് തന്നെയാണ് അന്നും പറഞ്ഞത്. എന്താണ് ഇപ്പോൾ അശ്വിൻ്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് പറയുന്നത്? ഒന്നും പറയാറായിട്ടില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. സമയം, അതായത് ഇത് വേറെ അവയവങ്ങൾക്കൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ MRI ചെയ്തു, CT സ്കാൻ ചെയ്തു. CT സ്കാൻ വയറിൻ്റെതും നെഞ്ഞിൻ്റെ ഒക്കെ ചെയ്തു. അതിലൊന്നും ഒരു കുഴപ്പമില്ല. കിഡ്നിക്കും കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നാണ് ഇപ്പം പറയുന്നത്. ഇപ്പം ഈ തലച്ചോറിൽ പറ്റിയ ഈ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അത് റെഡിയാവാൻ സമയമെടുക്കും. എന്നാലും പ്രായക്കുറവ്. തലയ്ക്ക് പരിക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നോ?
തലയ്ക്ക് പരിക്കൊന്നുമില്ലായിരുന്നു. പ്രായക്കുറവുള്ളത് കൊണ്ട് മിക്കവാറും അത് നമ്മൾ ഈ കുട്ടി ഇതുമായി ബന്ധപ്പെട്ട് ആർക്കൊക്കെയാണ് ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത്? അത് മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട്. തികച്ചും ഇതിലുള്ള ആ ഡ്യൂട്ടി ഡോക്ടർമാർ, അതായത് അന്ന് ആശുപത്രിയിൽ ഉണ്ടായിരുന്ന നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിലുണ്ടായിരുന്ന ഡോക്ടർമാരാണ്. അവർ അനാസ്ഥ കൊണ്ട് മാത്രമാണ് ഈ സംഭവങ്ങൾക്ക് ഇത്രയും സ്റ്റേജിലെത്താൻ കാരണമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. ഞാൻ മാത്രമല്ല സാക്ഷി. ഞാൻ ഈ അശ്വിൻ്റെ അമ്മ, എൻ്റെ വൈഫ്, അച്ഛൻ എല്ലാ റൂമിലുണ്ടായിരുന്നു. ഞങ്ങൾ ഇവനിങ്ങനെ പറയായിരുന്നു, നമ്മുടെ എൻ്റെ കാല് പോവച്ച, എൻ്റെ കാലിൻ്റെ കാര്യം പോക്കാന്നൊക്കെ പറയാനുണ്ടായിരുന്നു. പക്ഷേ ഇത്രയത്തോളം ഗുരുതരാവസ്ഥയിൽ എത്തുമെന്ന് നമ്മളും അറിയുന്നില്ല, അവനും അറിയുന്നില്ല. ആ ഡോക്ടർമാർക്കുണ്ട്, ആ ചികിത്സയിലുണ്ട്, അന്ന് തിയേറ്ററിലുണ്ടാകുന്ന ഡോക്ടർമാർ, 2 അനസ്തീഷ്യ ഡോക്ടറും 2 വേറെ ഡോക്ടറും, ഇവരെ കൊണ്ട്, ഈ 4 ആളെ കൊണ്ട് മാത്രമാണ് ഈ സംഭവം ഇത്രയും ഒരു ഇതിലെത്താൻ കാരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും എൻ്റെ കുടുംബത്തിനുള്ള ഒക്കെ പറയാനുള്ളതാണ്. ഡോക്ടർമാർ അനാസ്ഥ മെയിനായിട്ട് നിൽക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് 24 മണിക്കൂറിലധികം ശസ്ത്രക്രിയ വൈകിപ്പിച്ചതാണ് ഇത്തരത്തിൽ അശ്വിൻ അബോധാവസ്ഥയിലേക്ക് ആവാൻ കാരണമെന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഷബീർ വടക്കേങ്ങരയ്ക്കൊപ്പം MM രാഗേഷ്, റിപ്പോർട്ടർ, കോഴിക്കോട്.